Echotech's പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊക്കെ വരുന്ന മെസ്സേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചതാണ്. അവൻ്റെ കയ്യിൽ ഡൈനടെക് HPA80A+ എന്ന് പറഞ്ഞൊരു മോഡൽ ഒരു സ്പീക്കർ ഉണ്ട്. അപ്പോൾ ആ സ്പീക്കറിനകത്തിൽ നിന്നൊരു ഫാനിൻ്റെ നോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും അതിനകത്ത് അങ്ങനെ ഒരു ഫാൻ ഉണ്ടോ എന്നൊക്കെ ആയിരുന്നു അവൻ്റെ ഡൗട്ട്. അപ്പോൾ എനിക്ക് തോന്നി അതിന് എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയില്ല, കാരണം അതിനകത്ത് ഫാൻ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടെ എനിക്ക് തോന്നി എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓഡിയോ എക്യുപ്മെൻറ്റ്സ് ഞാനിതുപോലെ തുറന്ന് കാട്ടി തന്ന് അത്യാവശ്യം അതിനകത്ത് എന്താണെന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സർവീസ് നമുക്ക് ഓണായിട്ട് സർവീസ് ചെയ്യുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നോക്കി സർവീസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ ഞാൻ സർവീസിങ് അല്ല അതിൽ ഉദ്ദേശിക്കുന്നത്, എങ്കിൽ കൂടെ അതിന് ഇൻറ്റേർണൽ ആയിട്ടുള്ള കുറച്ച് പാർട്സ് എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരലാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഹൂജ എന്നൊരു കമ്പനിയുടെ TZA1500 എന്ന് പറയുന്ന ഒരു മോഡൽ സ്റ്റീരിയോ ആംപ്ലിഫയറാണ്. 2 ചാനലുണ്ട് ഈ ഒരു ആംപ്ലിഫയറിന്. അപ്പോൾ അതിനെ ഒന്ന് ഞാൻ ഒരു പുറത്തത്തെ ക്യാബിനറ്റൊക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഒരു സർവീസിന് വേണ്ടി തുറന്നു നോക്കിയതാണ് ഈ ഒരു ക്യാബിനറ്റ്. അതായത് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യോമീറ്റർ മാറ്റാനുണ്ടായിരുന്നു, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആംപ്ലിഫയർ തുറന്നു നോക്കിയത്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം കുറച്ച് മനസ്സിലാവുന്ന രീതിയിലുള്ള സർക്യൂട്ടറൊക്കെ ആയതുകൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതി. എക്സ്പ്ലെയിൻ അല്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ നേരെ അതിൻ്റെ ഒരു പാർട്സിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ട് സപ്ലൈ. നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുത്താൽ ഈ വയർ കണ്ടില്ലേ, വയർ നേരെ ഫ്യൂസിലോട്ടാണ് കയറുന്നത്. കാട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസാണ്. ഈ ഫ്യൂസിൽ നിന്ന് നേരെ ഈ ഒരു സ്വിച്ചിലോട്ടാണ് പോകുന്നത്. സ്വിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പോൾ സ്വിച്ചാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓണും ഓഫ് ആക്കുമ്പോൾ ന്യൂട്രടക്കം കട്ടായിട്ടുള്ളൊരു മെക്കാനിസമാണ് ഈ സ്വിച്ചിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് നേരെ ഈ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലോട്ട് അതിൻ്റെ സപ്ലൈ വരും. സപ്ലൈ വോൾട്ടേജ് ഇവിടെയാണ് വരുന്നത്. ഇത് ഫേസും അതേപോലെ തന്നെ അടിയിലോട്ടായിട്ട് ന്യൂട്രും വരുന്നുണ്ട്. എന്നിട്ട് ഇത് നേരെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 18 വോൾട്ട് എങ്ങാണ്ടാണ് തോന്നുന്നു ഇതിൻ്റെ ഔട്ട്പുട്ട്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 18 വോൾട്ട് എങ്ങാണ്ടാണ് വന്നത്. പക്ഷേ മൾട്ടിമീറ്റർ കേടായ കാരണം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, സോറി. 18 വോൾട്ടിൻ്റെ 2 സെക്ഷനിലായിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റീരിയോ ചാനൽ ആംപ്ലിഫയർ ആണ്. അതുകൊണ്ട് തന്നെ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ആംപ്ലിഫയർ ചാനലുകൾക്ക് 2 സെറ്റ് പവറാണ് ഇതിന്ന് പോകുന്നത്. ഈ ഒരു പവർ 2 ഒരു നീല വയർ ഒരു 18 വോൾട്ടിൻ്റെതും അതേപോലെ തന്നെ ഇത് തമ്മിലൊരു 18 വോൾട്ട് AC ആണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രൈമറി സൈഡിൽ കാണാൻ സാധിക്കും 240 വോൾട്ട് 0 വോൾട്ട്, അതിലാണ് ഇപ്പോൾ നോർമലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ തന്നെ ആയിട്ട് 220 വോൾട്ട് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് 220 വോൾട്ട് വോൾട്ടേജ് മാത്രമാണ് നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ടാപ്പിംഗ്, അതായത് ഈ ഒരു ഇത് മാറ്റിയിട്ട് നമുക്കിതിന് തൊട്ടടിയിലായിട്ട് സോൾഡർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് ഇവിടേക്ക് സോൾഡർ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൂടെ ഒരു ട്രാൻസ്ഫോമറിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതായത് 240 വോൾട്ടാണ് ഇപ്പോൾ ഡിഫോൾട്ടായി കിടക്കുന്നത്. 220 ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാപ്പിംഗ് മാറ്റി ഇങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റി ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 220 വർക്ക് ചെയ്യാനുള്ളൊരു സെറ്റപ്പിൽ കമ്പനി ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് നേരെ ഔട്ട്പുട്ട് വരുന്നത് ഈ ഒരു ഇതിലേക്കാണ്. ഇതൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിന്ന് വരുന്ന AC ആയിട്ട് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ മോഡ്യൂളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ DC ആക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു റെക്ടിഫയർ ചെയ്യുന്നത്, ബ്രിഡ്ജ് റെക്ടിഫയർ. ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. 2 ചാനൽ 2 സെപ്പറേറ്റ് ആയിട്ട് 2 ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 നീല വയർ കണ്ടില്ലേ, ഈ ഒരു നീല വയർ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടും ഇപ്പുറത്തായിട്ടും വരും. ആ ഒരു ഇതിനെ DC ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. DCയുടെ പ്ലസ് ഇതാ പോകുന്നു. പിന്നെ മൈനസ് ഗ്രൗണ്ടുമായിട്ട് ലൂപ്പ് ചെയ്തിരിക്കണം. ഈ ഒരു കോണ്ടാക്റ്റിൽ മൈനസ് ഗ്രൗണ്ടുമായിട്ട് ലൂപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഹീറ്റ് സിങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഹൈ പവറായിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അതുകൊണ്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ മോഡ്യൂളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനൊരു 2 ഡ്രൈവർ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. ആംപ്ലിഫയർ മോഡ്യൂളാണ് ഇത് നമുക്ക് ഇതിവിടെ ഒരു ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നില്ല, ഒരു ചാനലോ അല്ലെങ്കിൽ 2 ചാനലൊക്കെ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഇതൊന്ന് അഴിച്ച് ഈ ഒരു ഭാഗത്ത് ഒരു കാട്രിഡ്ജ് ഫ്യൂസ് വരും. ഞാനിപ്പോൾ അത് അഴിച്ച് വെച്ചിരിക്കുകയാണ്. എങ്കിലും ഇവിടെ 2 കാട്രിഡ്ജ് ഫ്യൂസ് വരും. ഇവിടെ ഒരു കാട്രിഡ്ജ് ഫ്യൂസും ഇവിടെ ഒരു കാട്രിഡ്ജ് ഫ്യൂസും. ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂറ്റി ഉറപ്പ് വരുത്തിയിട്ട് ഒരു സർവീസ് സെൻറ്ററിന് കൊണ്ട് കാട്ടുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ ഈ ഒരു ഫ്യൂസ് മാറ്റാനൊക്കെ നമുക്കതിൽ റിപ്പയറിങ്ങിൻ്റെ ആ ഒരു ഇത് ഉണ്ടാവുള്ളൂ. എങ്കിൽ കൂടെ നമ്മളത് സർവീസ് സെൻറ്ററിൽ തൂക്കിയിട്ട് പോകുന്ന ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കി
പെട്ടെന്ന് ഈ ഒരു ഫ്യൂസ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മാർക്കറ്റിൽ കാട്രിഡ്ജ് ഫ്യൂസ് വാങ്ങിച്ച് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷനിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സർവീസ് സെൻറ്ററിൽ പോവുക. അതേപോലെ തന്നെ ഇതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്റർ പുറം ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ട്രാൻസിസ്റ്റർ വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിയ നല്ല ഹീറ്റ് ഡിസിപ്പേഷന് ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആ ഒരു പവർ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞത്. 2N3773 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് അതിലെ പവർ ട്രാൻസിസ്റ്ററായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വാട്ടേജ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2% ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷനിൽ ഏകദേശം 60 വാട്ടും 5% ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷനിൽ 70 വാട്ടും അതേപോലെ തന്നെ 80 വാട്ട് 10% ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷനിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ആംപ്ലിഫയറാണ്. 100 വാട്ട്സ് പീക്ക് ആംപ്ലിഫയിങ് ഇതിന് ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞത്. പിന്നെ കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംപ്ലിഫയറിൽ ഏകദേശം 6 മൈക്രോഫോൺ ഇൻപുട്ട് ഉണ്ട്, അല്ലെങ്കിൽ 4 മൈക്രോഫോൺ ഇൻപുട്ടും 2 ഓക്സിലറി ഇൻപുട്ടുമായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. 12 വോൾട്ട് DC വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് 2 സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെഹിക്കിൾസിൽ വണ്ടികളിൽ കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് 12 വോൾട്ട് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഈ ഒരു ആംപ്ലിഫയറിനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമുക്ക് 70 വോൾട്ട് 100 വോൾട്ട് ഉണ്ട്. പിന്നെ ലോ ഇംപെഡൻസിൽ നോക്കുമ്പോൾ 4 ohms 8 ohms കോമണും നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ 2 ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ ഈ 2 ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ്. വ്യത്യസ്ത ലോഡ് ഇംപെഡൻസുകൾ മാച്ച് ചെയ്യാനായിട്ട് ഉള്ള ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറുകളാണ് ഇത്. ഇതിൻ്റെ ടാപ്പിംഗ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. 100 വോൾട്ട് 70 വോൾട്ട് കോമൺ, അത് നമ്മൾ പുറകിൽ കണ്ടു. അതേപോലെ തന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ 8 ohmsഉം 4 ohmsഉം മാത്രമാണ് കണ്ടത്. പക്ഷേ ഇതിൽ 16 ohmsൻ്റെ ഒരു ടാപ്പിങ്ങും കൂടെ ഈ ഒരു ട്രാൻസ്ഫോമറിന് വരുന്നുണ്ട്. നമ്മൾ ഈ ട്രാൻസ്ഫോമർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അടിയിൽ നിന്ന് 3ാം ഭാഗത്തായിട്ട് നമുക്കൊരു ടാപ്പിങ്ങും കൂടെ ഉണ്ട്. 16 ohmsൻ്റെ ടാപ്പിംഗ് ആണ്. അപ്പോൾ അത് വർക്കിംഗ് ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ ഒരു 8 ohms ടാപ്പിംഗ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 ohms ടാപ്പിംഗ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ, 4 ohmsന് പകരം 16 ohms ആണ് നമ്മുടെ കയ്യിലുള്ള സ്പീക്കർ എന്നുണ്ടെങ്കിൽ ആ ഒരു ടാപ്പിംഗ് മാറ്റി ഈ ഒരു ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 16 ohms കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ ഒരു ട്രാൻസ്ഫോമർ സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിൻ്റെ ആ ഒരു ഡയഗ്രത്തിൽ ആ ഒരു സ്കീമാറ്റിക്സിൽ ഒരു 16 ohms സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടെ ഈ ഒരു ട്രാൻസ്ഫോമറിൽ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ട്രാൻസ്ഫോമറിൽ 220 വോൾട്ടിൻ്റെ ടാപ്പിംഗ് ഉള്ള പോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഓഡിയോ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിലും അതേപോലെ ഒരു 16 ohms സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു കൺട്രോളിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറയാം. കാരണം 6 മൈക്ക് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. 6 മൈക്ക് ഇൻപുട്ടിൻ്റെ 6 കൺട്രോളാണ് ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഈ 2 കൺട്രോൾ നമുക്ക് ഓക്സിലറി ഇൻപുട്ടിൻ്റെ കൺട്രോളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ബേസ് ട്രബിൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ 2 നോബുകളുണ്ട്. അതിൻ്റെ പുറം ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്, ആ ഒരു വേരിയബിൾ റെസിസ്റ്ററിൻ്റെ. പിന്നെ മാസ്റ്റർ ഔട്ട്പുട്ടിന് 2 സെക്ഷൻ ഉണ്ട്. അതായത് AB ചാനൽ സോൺ ABക്ക് 2 ഔട്ട്പുട്ടിന് 2 കൺട്രോൾ ചെയ്യാനായിട്ട് 2 സെക്ഷൻ ഇവിടെ ഉണ്ട്. ഈ ഒരു കൺട്രോൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ആംപ്ലിഫയർ തുറന്നത് തന്നെ കേട്ടോ. പിന്നെ ഈ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് സോൺ ഓണും ഓഫും ആക്കാനായിട്ട് 2 സ്വിച്ച് ഈ ഒരു ആംപ്ലിഫയറിനുണ്ട്. അതായത് പെട്ടെന്ന് വോളിയം കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് A സോണോ B സോണോ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് 2 സ്വിച്ച് ഈ ഒരു ആംപ്ലിഫയറിൽ ഇൻബിൽഡ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ VU മീറ്ററിൻ്റെ സെക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. 14 കിലോളം ഭാരം വരുന്ന ഒരു ആംപ്ലിഫയറിന് ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൽ 11,000 രൂപ മുതൽ 13,000 രൂപ വരെ വില വരുന്നുണ്ടാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ എങ്കിൽ കൂടെ ഇത്രയും കമ്പോണൻസ് ഒക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി കമ്പോണൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു വിലയായിട്ട് ഫീൽ ചെയ്യില്ല പലപ്പോഴും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് ആംപ്ലിഫയറിനെ പറ്റി പറഞ്ഞുതരാൻ. ഇത് എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടെ അത്യാവശ്യം സർവീസ് ചെയ്യണവർക്കൊക്കെ പെട്ടെന്ന് കാണാനായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഴയ സ്ഥാനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് റഫറൻസ് പോലെ ഒരു വീഡിയോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ കുറച്ച് കയ്യിലുള്ള ഓഡിയോ എക്യുപ്മെൻറ്റ്സ് തുറന്ന് എന്തൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് കമ്പനി ഉൾക്കൊള്ളിച്ചിട്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്ന് കാട്ടിത്തരാൻ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോലെ ഇനി പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ സീരീസ് ആയിരിക്കും ഇനി നമ്മുടെ ചാനലിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായൊരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ അപ്ഡേറ്റുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ
ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.